നമ്മളിവിടെ കിങ്ഫിഷ് മംഗോളിയൻ സ്റ്റൈലിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ 4 സ്ലൈസ് കിങ്ഫിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ, നെയ്മീൻ. പിന്നെ നമുക്ക് വേണ്ടത് നിറയെ കറിവേപ്പിലയാണ്, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിൽ. അതുപോലെ ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ 1 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, എരിവ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നോർമൽ മുളക് പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് പുളിയുടെ ജ്യൂസാണ്. നമ്മുടെ വാളൻ പുളിയില്ലേ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്നത്, ആ പുളി പിഴിഞ്ഞത് 3 ടേബിൾ സ്പൂൺ. പാകത്തിന് ഉപ്പ്. പിന്നെ ഇത് നമ്മൾ മംഗോളിയൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇന്ന ഓയിൽ വേണം എന്ന് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല, ഏത് ഓയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ഓയിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മസാലകളെല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കിങ്ഫിഷിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ കിങ്ഫിഷ് 4 വലിയ സ്ലൈസാണ്, അതായത് 750 ഗ്രാം കിങ്ഫിഷ് വരും കേട്ടോ അത്. അപ്പോൾ നമുക്കിതൊന്ന് മസാല വരട്ടി വെക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, മുളക് പൊടി, പുളിവെള്ളം, പാകത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത്രയും മസാലകൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ മസാലകളെല്ലാം തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലകളെല്ലാം തന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഈ മസാല നമ്മൾ കിങ്ഫിഷിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ കിങ്ഫിഷിലെല്ലാം തന്നെ നല്ലതുപോലെ മസാലയൊക്കെ നല്ലതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇത്രയും മസാല ഉണ്ട് കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ½ ആൻ അവർ, മിനിമം ഒരു 30 മിനിറ്റ്സ് ഇതുപോലെ ഇത് മാരിനേറ്റ് ചെയ്ത് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം, അതെല്ലാം പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂർ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടി വെക്കണം. അതിനുശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സ്. ഇപ്പോൾ ½ ആൻ അവർ ആയിട്ടുണ്ട്. നമ്മുടെ കിങ്ഫിഷൊക്കെ നല്ലതുപോലെ മസാല പൊതഞ്ഞ് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്യാണ് കേട്ടോ. സ്റ്റവ് ഓൺ ചെയ്തു. ഇനി പാനിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. കിങ്ഫിഷിന് അങ്ങനെ ഒത്തിരി ഓയിൽ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നെയ്മീനാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് ഓയിലും കൂടെ വരും. അപ്പോൾ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മസാല വരട്ടി വെച്ച ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല, പക്ഷെ കാശ്മീരി ചില്ലി ആയതുകൊണ്ടേ നല്ലൊരു റെഡ് കളർ ഉണ്ട് കേട്ടോ ഈ ഫിഷ് ഫ്രൈക്ക്. ഇപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണ്, ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫിഷിന് അധികം കുക്കിംഗ് ടൈം ഒന്നും വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ള ഫിഷുകളും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി വയ്ക്കാം.
ഈ പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ഓയിലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. കറിവേപ്പില നമുക്ക് എത്ര കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, പ്രോബ്ലം ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, മസാല കുറച്ച് കൂടുതലായിരുന്നു നമ്മൾ മസാല ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മസാല പിരിക്കട്ടെ നമുക്ക് ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഈ മസാല നമ്മൾ ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ മസാല നമ്മൾ ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് നമ്മുടെ സ്റ്റവ് നല്ല സിമ്മിൽ വെക്കണം കേട്ടോ. കൂട്ടി വെച്ച് കഴിഞ്ഞ് ഈ മസാല ഒക്കെ കരിഞ്ഞു പോവും. എന്നിട്ട് ഈ മസാല നമ്മൾ സ്ലോലി അത് കുക്ക് ചെയ്തെടുക്കണം. ഈ മസാലയിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം പൊടിച്ചതൊക്കെ ചേർക്കുന്നുണ്ട്. ഈ മസാല ഓയിലിൽ ഇങ്ങനെ ഫ്രൈ ആവുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതാണ് ഈ മംഗോളിയൻ ഫിഷ് ഫ്രൈയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കരിയാതെ കുക്ക് ചെയ്തെടുക്കണം. ഇതിങ്ങനെ സിമ്മിൽ വെച്ചിട്ട് പതിയെ കുക്ക് ചെയ്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യണം. ഇതിൽ ടാമറിൻ ജ്യൂസ് ചേർത്തുകൊണ്ടേ നല്ല പുളിയും നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ. ഇപ്പം നമ്മുടെ മസാല നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു, ഇതിലുള്ള വെള്ളമൊക്കെ പോയി നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് വീണ്ടും നമ്മൾ ഈ പാനിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഈ മസാല ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള ഫിഷുകളെല്ലാം തന്നെ ഈ മസാല നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഈ ഫിഷ് ഫ്രൈയിൽ ഫിഷിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ മസാല കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കിങ്ഫിഷ് മംഗോളിയൻ സ്റ്റൈൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പലതരത്തിൽ നമ്മൾ കിങ്ഫിഷ് കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു വ്യത്യസ്ത രുചിയുള്ളത് തന്നെയാണ്, എനിക്കത് ഉറപ്പ് തരാൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ മംഗോളിയൻ സ്റ്റൈലിൽ കിങ്ഫിഷ് കിട്ടുമ്പോൾ ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നമ്മുടെ വെറൈറ്റി സ്റ്റൈലിലുള്ള മംഗോളിയൻ കിങ്ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങ് സെർവ് ചെയ്യേ വേണ്ടൂ. അപ്പോൾ ഇത് ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കായി ഉണ്ടാക്കി കൊടുക്കൂ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അതുവരെ ദിസ് ഇസ് ധന്യ മനോജ് സൈനിങ് ഓഫ്. ബൈ.